വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് എന്നുള്ള വാർത്തകൾ വീണ്ടും സജീവമാവുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് വരുൺ ഗാന്ധിയുടെ പേര് കൂടുതലായി ചർച്ചയിലേക്ക് വന്നത്. അതിനുള്ള പ്രധാന കാരണം വരുൺ ഗാന്ധിക്ക് ഇത്തവണ മത്സരിക്കാൻ സീറ്റില്ല എന്നതായിരുന്നു. സീറ്റ് നൽകാത്തതിലും ഒരു കാരണമുണ്ട്. വരുൺ ഗാന്ധിയുടെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ രാഹുൽ ഗാന്ധിയുമായി കുറച്ചു നാളുകളായി നല്ല അടുപ്പത്തിലായിരുന്നു വരുൺ. ചില ചടങ്ങുകളിൽ രാഹുലുമായി ഒന്നിച്ച് പങ്കെടുക്കുകയും സഹോദര സ്നേഹം കാണിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു വരുൺ ഗാന്ധി. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷക്കാലമായി BJP നേതൃത്വത്തിനെതിരെയും അതുപോലെ മോദി സർക്കാരിനെതിരെയും തുടർച്ചയായ വിമർശനങ്ങൾ വരുൺ ഉന്നയിക്കുന്നുമുണ്ട്. അതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് BJPയുടെ ദേശീയ നേതൃത്വം എത്തുന്നത്. എന്നാൽ അത് നേരത്തെ മനസ്സിലാക്കിയ വരുൺ കോൺഗ്രസിനോട് അല്പം അടുപ്പം കാണിച്ചു തുടങ്ങിയിരിക്കും. അതോടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തകൾ നൽകി തുടങ്ങി വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് എന്നുള്ളത്. ഈ വാർത്തകളെ തള്ളിക്കളയാൻ വരുൺ ഗാന്ധി തയ്യാറാകാത്തതോടെ വാർത്തകളുടെ ആധികാരികത വർദ്ധിക്കുകയും ചെയ്തു. വരുൺ ഗാന്ധിയെ അദ്ദേഹം മത്സരിച്ചിരുന്ന പിലിഭട്ട് സീറ്റ് BJPയുടെ ജിതേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന് നൽകി വരുൺ ഗാന്ധിയെ പ്രകോപിപ്പിച്ചു BJP നേതൃത്വം. മാത്രമല്ല, അമ്മയായ മനേകാ ഗാന്ധി അവരുടെ കുത്തക സീറ്റായി മാറ്റിയ സുൽത്താൻപൂരിൽ പരാജയപ്പെടുകയും ചെയ്തു. സമാജ്വാദി പാർട്ടിയോടാണ് ഏതാണ്ട് 44,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മനേകാ ഗാന്ധി പരാജയപ്പെട്ടത്. ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം BJP നേതൃത്വത്തിനാണ് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ വരുൺ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ വരുൺ ഗാന്ധിയെ കേൾക്കുവാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനോ BJPയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറായിട്ടില്ല. അതോടെയാണ് വരുൺ ഗാന്ധി വിഷയം വീണ്ടും ഇപ്പോൾ സജീവമാകുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയുമായി ഒന്നിച്ചുള്ള ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ വന്നതോടെയാണ് വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് എന്നുള്ള വാർത്തകൾ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. മുമ്പ് വരുൺ ഗാന്ധിയുടെ സീറ്റ് BJP പിടിച്ചു വാങ്ങിയപ്പോൾ അമ്മ മനേകാ ഗാന്ധിക്ക് സീറ്റ് നൽകിയാണ് തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ആ പ്രശ്നങ്ങൾ BJP അന്ന് പരിഹരിച്ചത്. എന്നാൽ മനേകാ ഗാന്ധി തോറ്റതോടെ അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചതോടെ ഇനി വരുൺ ഗാന്ധിക്ക് ഒന്നും നോക്കാനില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുൺ ഗാന്ധിയുമായി കോൺഗ്രസിന്റെ നേതൃത്വം നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നപ്പോൾ ഇത്തരമൊരു വാർത്തകളെ നിഷേധിക്കാൻ വരുൺ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഇതുവരെയായും തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ചുകൊണ്ട് വരുൺ ഗാന്ധിയും ഉണ്ടാകും.